എൻ്റെ ജ്യേഷ്ഠൻ്റെ മയ്യത്ത് ഇങ്ങനെ അവസാനം പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ പൊതിയാൻ പോവാ. മയ്യത്ത് പൊതിയാൻ സമയമാകുമ്പോ ആരോ പറഞ്ഞു ഉമ്മാനെ ഒന്ന് കാണിക്കാൻ. ആരോ ഉമ്മാനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നു. എൻ്റെ ഇക്കാടെ ജനാസയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചപ്പോ ആ സാധുവിന്റെ നെഞ്ചു പൊട്ടുന്നു. അതൊരു വേദന. 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദന. ഇന്നലെയും പറഞ്ഞു എൻ്റെ മോൻ ഇന്നലെ ഇങ്ങനെ സങ്കടം പറഞ്ഞു. തന്റെ പൊന്നാര മകന്റെ ജനാസയുടെ മുമ്പിൽ നിന്നിട്ട് അള്ളാഹിനോട് പറയാം, പടച്ചോനെ എൻ്റെ മോന് സ്വർഗം കൊടുക്കണേ. സത്യം പറഞ്ഞാൽ ഇപ്പൊ മരണമെന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ച വീട്ടിൽ പോലും ഇപ്പൊ പോകാറില്ല. മരണമെന്ന് പറഞ്ഞാൽ വല്ലാത്ത ഭയം, വേറൊന്നുമില്ല. ഞങ്ങളോടൊക്കെ ഞാൻ എൻ്റെ അടുത്ത് ഫോണിൽ ഇങ്ങനെ പലരും വിളിച്ചിട്ട് പറയും, ഉസ്താദെ വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, മോൻ മരിച്ചു. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, അള്ളാഹുടെ തീരുമാനം, ക്ഷമിക്ക്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ എന്നിങ്ങനെ പറയും. പക്ഷെ ആ മരിച്ച മനുഷ്യന്റെ ആ വിളിച്ചു പറയുന്നവന്റെ മനസ്സിന്റെ ദുഃഖം നമുക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇന്നും ഞാൻ വല്ലാതെ വേദനിച്ചു. കാരണം ഫോൺ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കുമ്പോ എൻ്റെ ജ്യേഷ്ഠന്റെ വീഡിയോ എൻ്റെ മോനെ എടുത്തു വെച്ച് കളിക്കണ ഒരു ചിത്രം. സാനൊക്കെ ഇതുപോലെ അറിയാം. ഇവരൊക്കെ ഒരുമിച്ച് ഉസ്താദൊക്കെ വല്ലാതെ സ്നേഹിച്ചപ്പോഴും ജ്യേഷ്ഠന്റെ കാര്യത്തെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. കരാളിയോടത്ത് ജോലി ചെയ്ത ആള് ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ ആ ഷോക്കിൽ നിന്ന് ഇതുവരെ ഒരാൾ നേരെയായിട്ടില്ല. അവനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കാണുമ്പോ കല്യാണം കഴിക്കണം ഒരുപാട് താമസിച്ച പെണ്ണ് കെട്ടിയത്. അയിമനൊക്കെ അറിയാം. കബീർ ഉസ്താദ് എപ്പോഴും കാണുമ്പോ ചോദിക്കുക, എന്താ അലി പെണ്ണ് കെട്ടാത്ത അങ്ങനെ ചോദിക്കാറ്. താമസിച്ചാണ് വിവാഹം കഴിച്ചത്. നിക്കാഹ് മാത്രം കഴിച്ചു, ഭാര്യയെ വിളിച്ചോണ്ട് വന്നില്ല. ആറ്റിങ്ങൽ ഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട് വെച്ചു. 98% വീടിന്റെ പണി കഴിഞ്ഞു. ഇനി കുറച്ച് ഇന്റർലോക്ക് വിട്ടിട്ട് കുറച്ച് പൈപ്പ് ഫിറ്റ് ചെയ്താൽ മതി. തന്റെ വീടിന്റെ പാല് കാച്ചും ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുന്നത് ഒരുമിച്ച് നടത്താനിരുന്നത്. പക്ഷെ അതിനുള്ള യോഗം ഉണ്ടായില്ല. അള്ളാഹു കബറണം കൊള്ളുക. അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, അമൽ ചെയ്യുക. അള്ളാഹു നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു സൂറത്ത് ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? പ്രതിഫലം കേട്ടില്ലേ? കാരാളികോണം പള്ളിയിൽ വെള്ളിയാഴ്ച മയ്യത്ത് കൊണ്ടുവച്ച ദിവസം ഓർമ്മയുണ്ടോ? അടുത്തെങ്ങാണ് ഇന്ന് ഉണ്ടോ? അൽഹംദുലില്ലാ. കണ്ടാ, വെറുതെ നടക്ക ഒരു ഭാഗ്യവതിയായ ഉമ്മ വെള്ളിയാഴ്ച മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയ. അള്ളാഹു ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെ നടന്നാൽ മതിയോ? നമുക്കും പോകണ്ടേ? എന്തായാലും നമ്മളൊരു ദിവസം പോകും. നമ്മളെല്ലാവരും ഒരു ദിവസം പോകുമ്പോ നല്ലതുപോലെ പോകും. എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്ന അറിയൂ? അടയാളം വല്ലതും ഉണ്ടോ? മരിക്കാൻ ക്യാൻസറോ ട്യൂമറോ വല്ലതും ഒന്നും വേണ്ടടോ. മരിക്കാൻ ഒരു രോഗവും വേണ്ട, ഒറ്റ രോഗവും വേണ്ട. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. وكم من صحيح مات من غير إلتي وكم من مريض عاش دهرا على دهري. രാവിലെ കെട്ടിപ്പിടിച്ച് ചുംബനം തന്നിട്ട് ജോലിക്ക് പോയ വാപ്പാനെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് വീട്ടിലെത്തിക്കുന്നത് നീ കണ്ടതല്ലേ? രാത്രി തന്റെ മക്കളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് സ്നേഹത്തോടെ ഗുഡ് നൈറ്റ് പറഞ്ഞ് സലാം പറഞ്ഞ് കയറിക്കിടന്ന വാപ്പ രാവിലെ എഴുന്നേറ്റില്ലല്ലോ. മോനെ, ഒരു രോഗവുമില്ലാത്ത ആൾക്കാർ എത്ര പെട്ടെന്ന് വീണു മരിച്ചുപോയില്ലേ? മരണമെന്ന് പറഞ്ഞപ്പോ പേടിയാ. സത്യം പറഞ്ഞാൽ ഇപ്പൊ മരണമെന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ച വീട്ടിൽ പോലും ഇപ്പൊ പോകാറില്ല. മരണമെന്ന് പറഞ്ഞാൽ വല്ലാത്ത ഭയം, വേറൊന്നുമില്ല. ഞങ്ങളോടൊക്കെ ഞാൻ എൻ്റെ അടുത്ത് ഫോണിൽ ഇങ്ങനെ പലരും വിളിച്ചിട്ട് പറയും, ഉസ്താദെ വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, മോൻ മരിച്ചു. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, അള്ളാഹുടെ തീരുമാനം, ക്ഷമിക്ക്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ എന്നിങ്ങനെ പറയും. പക്ഷെ ആ മരിച്ച മനുഷ്യന്റെ ആ വിളിച്ചു പറയുന്നവന്റെ മനസ്സിന്റെ ദുഃഖം നമുക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇന്നും ഞാൻ വല്ലാതെ വേദനിച്ചു. കാരണം ഫോൺ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കുമ്പോ എൻ്റെ ജ്യേഷ്ഠന്റെ വീഡിയോ എൻ്റെ മോനെ എടുത്തു വെച്ച് കളിക്കണ ഒരു ചിത്രം. സാനൊക്കെ ഇതുപോലെ അറിയാം. ഇവരൊക്കെ ഒരുമിച്ച് ഉസ്താദൊക്കെ വല്ലാതെ സ്നേഹിച്ചപ്പോഴും ജ്യേഷ്ഠന്റെ കാര്യത്തെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. കരാളിയോടത്ത് ജോലി ചെയ്ത ആള്. സത്യം പറഞ്ഞാൽ ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ ആ ഷോക്കിൽ നിന്ന് ഇതുവരെ ഒരാൾ നേരെയായിട്ടില്ല.
അവനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കാണുമ്പോൾ കല്യാണം കഴിക്കണം ഒരുപാട് താമസിച്ച പെണ്ണ് കെട്ടിയത്. അയിമനൊക്കെ അറിയാം. കബീർ ഉസ്താദ് എപ്പോഴും കാണുമ്പോൾ ചോദിക്കുക, എന്താ അലി പെണ്ണ് കെട്ടാത്ത അലി അങ്ങനെ ചോദിക്കാറ്. താമസിച്ചാണ് വിവാഹം കഴിച്ചത്. നിക്കാഹ് മാത്രം കഴിച്ചു, ഭാര്യയെ വിളിച്ചോണ്ട് വന്നില്ല. ആറ്റിങ്ങൽ ഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട് വെച്ചു. 98% വീടിന്റെ പണി കഴിഞ്ഞു. ഇനി കുറച്ച് ഇന്റർലോക്ക് വിട്ടിട്ട് കുറച്ച് പൈപ്പ് ഫിറ്റ് ചെയ്താൽ മതി. തന്റെ വീടിന്റെ പാല് കാച്ചും ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുന്നത് ഒരുമിച്ച് നടത്താനിരുന്നത്. പക്ഷെ അതിനുള്ള യോഗം ഉണ്ടായില്ല. അല്ലാഹു ഖബറടം വിശാലമാക്കട്ടെ. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ജീവിതത്തിൽ പഠിച്ചത് 2 കാര്യമാണ്. എന്റെ ജ്യേഷ്ഠന്റെ കഫാബിൽ മോത്തി ആയുധാണല്ലേ. മരണം കൊണ്ട് പഠിച്ച 2 കാര്യങ്ങളിൽ ഒന്ന്, മരിക്കുകയാണെങ്കിൽ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കണം. അല്ലാഹു ഈമാനിന് മാറാകട്ടെ. എപ്പോ മരിക്കണം? എപ്പോ മരിക്കണോടോ? മരിക്കുവാണെങ്കിൽ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കണം. കാരണം അത് ഒരു ഉമ്മയുടെ ദുആയോളം വിലയുള്ളതൊന്നും ഈ ലോകത്തില്ലല്ലോ. ഞാനത് മനസ്സിലാക്കുന്നത് ഉമ്മയുടെ ദുആയോളം ലോകത്ത് വിലയുള്ള ഒന്നുമില്ല. എന്റെ ജ്യേഷ്ഠന്റെ മയ്യത്ത് ഇങ്ങനെ അവസാനം പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ പൊതിയാൻ പോവാ. മയ്യത്ത് പൊതിയാൻ സമയമാകുമ്പോ ആരോ പറഞ്ഞു ഉമ്മാനെ ഒന്ന് കാണിക്കാൻ. ആരോ ഉമ്മാനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നു. എന്റെ ഇക്കാടെ ജനാസയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചപ്പോ ആ സാധുവിന്റെ നെഞ്ചു പൊട്ടുന്നു. അതൊരു വേദന. 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദന. ഇന്നലെയും പറഞ്ഞു ഭക്ഷണം എന്റെ മോൻ ഇന്നലെ ഇങ്ങനെ സങ്കടം പറഞ്ഞു. തന്റെ പൊന്നാര മകന്റെ ജനാസയുടെ മുമ്പിൽ നിന്നിട്ട് അള്ളാഹിനോട് പറയാം, പടച്ചോനെ എന്റെ മോന് സ്വർഗം കൊടുക്കണേ. ആ ഒരു വേദനയോടുകൂടി ഒരു ഉമ്മയുടെ ദുആ. ഒരു ഉമ്മ ആരാണെന്ന് കബീർ ഉസ്താദൊക്കെ ഉമ്മയെ കുറിച്ച് അവരൊക്കെ ഉമ്മയുടെ ജീവിതത്തിൽ ഉമ്മയുടെ ദുആയിൽ രക്ഷപ്പെട്ടവർ. ഉമ്മയൊക്കെ പറയുമ്പോ കബീർ ഉസ്താദിന്റെ ഒക്കെ കണ്ണ് നിറയാറുണ്ട്. ആ ഉമ്മയുടെ ദുആയോളം ലോകത്ത് വിലയുള്ള ഒന്നുമില്ലല്ലോ. തന്റെ പൊന്നു മകന്റെ ജനാസയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എന്റെ മകന് റബ്ബേ നീ സ്വർഗം കൊടുക്കണമെന്ന് പറഞ്ഞ ആ ദുആ തട്ടിക്കളയാൻ അല്ലാഹുവിന് പറ്റൂ. ഓന് പെണ്ണും കിട്ടിയില്ല, വീടും കിട്ടിയില്ല, പക്ഷെ നല്ല മരണം കിട്ടി. നമ്മളൊക്കെ പറയുമല്ലോ, വെള്ളിയാഴ്ച മരിച്ചു, ഹജ്ജിന് പോയപ്പോ മരിച്ചു, നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ മരിക്കണമെങ്കിൽ ഒരു ഭാഗ്യം വേണം. ആദിക്കാട്ടുകുളങ്ങര പള്ളിയിൽ അസറിന് ഇമാമത്ത് നിന്നു ദുആ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാ വയ്യ. പ്രഷറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, ഒന്നുമില്ല. അല്ലാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പഠിക്കണമെങ്കിൽ പഠിക്കണം. അസറിന് പള്ളിയിലെ ഇമാമ്, മഗ്രിബിന് ആ ഇമാമിന്റെ ജനാസ പള്ളിയുടെ മുമ്പിൽ. ഇതിനെക്കാരും വലിയൊരു ഉപദേശം ലോകത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോ എവിടെ വെച്ചാ മരണം വരുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഞാൻ വഴുതി നിർത്തുകയാ. ലാസ്റ്റ് ദിവസമല്ലേ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നമ്മൾക്കൊക്കെ മക്കളെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. മയ്യത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ വാപ്പ മരിച്ചാൽ നിങ്ങൾ കുളിപ്പിക്കാൻ അറിയും. നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ മക്കൾ കുളിപ്പിക്കുക. അതാ ചിന്തിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിക്കണതൊക്കെ നമ്മുടെ ജനാസ കുളിപ്പിക്കാൻ പോലും നമ്മുടെ മക്കൾക്ക് അറിയില്ല. വാപ്പാടെ ഖബർ എവിടാണെന്ന് ചോദിച്ചാ പള്ളിപ്പറമ്പില കാരാളി കോണം പള്ളിയുടെ ഖബർസ്ഥാനിലെ എവിടാടാ അതറിയില്ല. ഓന് പോകാനും സമയമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നമ്മളൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യണം സഹോദര. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്തു വെക്കണം, എങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. ഉസ്താദ് പറഞ്ഞു, സിറാജ് ഇവിടെ ചെറിയൊരു തെക്കാവുണ്ട്. ഇപ്പൊ അതിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. അൽഹംദുലില്ലാ അതിന്റെ താഴ്ഭാഗം നിസ്കരിക്കുവാനുള്ള സൗകര്യം ഒരുക്കണം. മുകളിൽ ഇൻഷാ അല്ലാഹ് മദ്രസ നടത്തണം എന്ന ഒരു ലക്ഷ്യം. അൽഹംദുലില്ലാ അതിന്റെ പിരിവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുന്നു, എനിക്കറിയുന്ന ഒരു ഉസ്താദ് 36 വയസ്സുണ്ട്. 36 വയസ്സുണ്ട്. അദ്ദേഹത്തിന് കൊറോണ ലെൻസിൽ ബാധിച്ച് അവസാനം ന്യൂമോണിയായി. അദ്ദേഹത്തിന് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. ഡോക്ടർ നേഴ്സുമാരോട് പറയുന്നു, ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരെ വിളിച്ച് പറഞ്ഞേക്കാൻ, അറിയിക്കാനുള്ളവരൊക്കെ അറിയിക്കാൻ പറഞ്ഞു. അദ്ദേഹം അത് കേട്ടുകൊണ്ട് കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ചു കഴിഞ്ഞപ്പോൾ നേഴ്സുമാര് ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ ഉസ്താദ് കടന്ന് വല്ലാതെ കരയുന്നുണ്ട്, മറ്റുള്ള രോഗികളുടെ മുന്നിൽ കിടന്ന് കരയുന്ന, ഡോക്ടർ ഒന്ന് വരണം. ആ ഡോക്ടർ അടുത്തേക്ക് ചെന്നു.
36 വയസ്സുള്ള ഉസ്താദിന്റെ അടുക്കൽ ചെന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളൊക്കെ ഞങ്ങൾ ചെയ്തു, നിങ്ങൾ ഇവിടെ കിടന്ന് കരയരുത്, നിങ്ങൾ പ്രാർത്ഥിക്ക്, ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, എനിക്ക് മരിക്കാൻ പേടിച്ചിട്ട് ഞാൻ കരയല്ല, മരിക്കാനുള്ള പേടി കൊണ്ട് ഞാൻ കരയുകയല്ല. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നപ്പോഴേ അല്ല എന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്, അതിനല്ല ഞാൻ കരയുന്നത്. അപ്പൊ ഡോക്ടർ ചോദിക്ക, ഭാര്യയും മക്കളെയും, ഒരു കുട്ടിക്ക് 7 വയസ്സ്, രണ്ടാമത്തെ കുട്ടി ചെറിയ കുട്ടിയാ. ഡോക്ടറോട് ചോദിക്കുന്നു, നിങ്ങളുടെ മക്കളെയും ഭാര്യയും ഓർത്തിട്ടാണോ? അപ്പോഴും ഉസ്താദ് പറഞ്ഞല്ല. പിന്നെന്തിനാ നിങ്ങൾ കരയുന്നത്? ആ മുസ്ലിമായ ഡോക്ടറുടെ കണ്ണുപോലും നിറഞ്ഞുപോയിപ്പ ആ ഉസ്താദിന്റെ മറുപടി കേട്ട്. എന്തേ പറഞ്ഞെന്നറിയോ? ഞാൻ അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോ രക്ഷപ്പെടാൻ എന്റെ കയ്യിലൊന്നും ഞാൻ ചെയ്തു വെച്ചിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഞാൻ പോകുമ്പോ എന്തും എന്റെ കയ്യിൽ രക്ഷപ്പെടാൻ? ഈ നിരന്നിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, ഇന്ന് രാത്രി നീ മരിച്ച നിന്റെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അള്ളാഹു സ്വീകരിച്ചെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ നമുക്ക് ആർക്കെങ്കിലും? ഒരു റക്അത്ത് നിസ്കാരം, ഒരു സുബ്ഹാനല്ലാഹ്, 1 രൂപ സദഖ കൊടുത്തത് ഒന്നുമില്ലടോ. പിന്നെ എന്തിനാ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? നമുക്കൊക്കെ ഒരു നല്ല മരണം കിട്ടാൻ വേണ്ടി എന്താ നമ്മുടെ ജീവിതത്തിലുള്ളത്? എന്ത് കണ്ടോണ്ടാ ഞാനും നിങ്ങളിങ്ങനെ നടക്കുന്നത്? എപ്പോ എവിടെ വെച്ച് വേണമെങ്കിലും വീണു മരിച്ചു പോകുന്നത് കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നന്നാകുക, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയണം. ഈ മക്കളെ ഒന്നും വിശ്വസിച്ച് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിലില്ല. എത്രയോ പേരിന്ന് കാരാളികോണം പള്ളിയുടെ മുമ്പിൽ ജുമാ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങിയപ്പോ പിരിവിന് നിൽക്കുന്ന പലരെയും കണ്ടു. നീ അവരെ മാത്രമേ കണ്ടുള്ളൂ. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പിരിവെടുക്കാൻ നിന്നവരെ മാത്രമേ നീ കണ്ടുള്ളൂ. കാരാളികോണം പള്ളിയുടെ പുറകിൽ പള്ളിപ്പറമ്പിനകത്ത് ചില ഖബറാളികളും യാചിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആ ഖബറിനകത്ത് കിടന്നിട്ട് ചില വാപ്പയും ഉമ്മയും, പടച്ചവനെ എൻ്റെ മക്കളോ കുടുംബക്കാരോ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, ഈ ദുനിയാവിൽ ആരെങ്കിലും എനിക്ക് ദുആ ചെയ്യണേ എന്ന് ഖബറാളി യാചിക്കുന്നുണ്ട് എന്ന് നബിയനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് നമുക്കൊരു നന്മ ചെയ്യാം. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടെ. സ്വഹാബികൾ അവിടെ നിന്ന് പറഞ്ഞു, ബലായ റസൂലല്ലാഹ്, മുത്തുനബിയെ പറഞ്ഞു തന്നാലും. നബി തങ്ങൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴിയായി പറഞ്ഞു കൊടുത്തത്, ഇന്ന് വയല് കഴിഞ്ഞ് കാരാളികോണത്ത് നിന്ന് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോകുമ്പോൾ ആ നടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ല് കിടക്കുന്നു, ഒരു കമ്പ് കിടക്കുന്നു, ഒരു കുപ്പിച്ചില്ല് കിടക്കുന്നു. ജനങ്ങൾക്ക് ഉപദ്രവമായി എന്തെങ്കിലും ഒരു വസ്തു നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ അത് നിങ്ങളെടുത്തു മാറ്റിക്കളഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോകാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്ന ആ ഒരു വസ്തു എടുത്തു മാറ്റി അത് അവർക്ക് നടന്നു പോകുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതിലൂടെ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകാൻ കഴിയുമെന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതായിട്ട് സ്വഹാബത്തിനോട് ചോദിക്കുന്നു, യാ സ്വഹാബാ, നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നബി തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ സ്വഹാബികൾ എന്താണെന്ന് പോലും ചോദിക്കാതെ മിണ്ടാതിരിക്കുകയാണ്. കാരണം നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപത്തെ കുറിച്ചാണ് നബി തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ടാമതും അവിടെ നിന്ന് ചോദ്യം ആവർത്തിക്കുമ്പോ സ്വഹാബത്ത് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ അവിടെ നിന്ന് പറഞ്ഞു തന്നാൽ നബി തങ്ങളോട് തന്റെ അനുചരന്മാര് ചോദിക്കുമ്പോ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപത്തെ കുറിച്ച് നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളു കുടിക്കുന്നവരും വ്യഭിചരിക്കുന്നവരും പലിശ തിന്നുന്നവരും അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്നവര് മാത്രമല്ല നരകത്തിലേക്ക് വീണു പോകുന്നത്. നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, പടച്ചവനെ, അതാ ചില മൃഗങ്ങളുണ്ടല്ലോ, യജമാനന്മാര് പറഞ്ഞാൽ അനുസരിക്കാത്ത മൃഗമുണ്ടല്ലോ, അത് കയറ് പൊട്ടിച്ചിട്ട് ഓടുമല്ലോ. ഇതുപോലെ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപത്തെ കുറിച്ച് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്.
നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന പാപമേതെന്നറിയുമോ? ഈ മജ്ലിസിൽ കടന്നു വന്ന എല്ലാവരും അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചവരാ. 114 സൂറത്തുകള്, 6600 പരം വരുന്ന ആയത്തുകള്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുകൾ അറിയാത്ത ആരുമില്ലല്ലോ, പഠിക്കാത്ത ആരുമില്ലല്ലോ, ഒരായത്തെങ്കിലും അറിയാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. എല്ലാവരും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചവരാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന തെറ്റെന്തെന്നറിയുമോ സഹാബാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് ഏതെങ്കിലും ഒരു സൂറത്തുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ആയത്തുണ്ടല്ലോ, അത് പഠിച്ചിട്ടും മറന്നു കളഞ്ഞാൽ അവൻ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ ഞാനും നിങ്ങളും പരിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് സൂറത്തുകൾ പഠിച്ചവരാണ്. മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് സൂറത്തുകൾ കാണാതെ പഠിച്ചല്ലോ, ഒരുപാട് ആയത്തുകൾ കാണാതെ പഠിച്ചല്ലോ. ഓർമ്മയുണ്ടോ വാപ്പാ? ഓതിയെടുക്കാനുള്ള മനസ്സെങ്കിലും എനിക്കും നിങ്ങൾക്കുമുണ്ടോ? ആ പഠിച്ച സൂറത്തുകളൊക്കെ ഓർമ്മയുണ്ടോ പെങ്ങള്? അല്ലാഹുവിന്റെ ഖുർആനായിരുന്നില്ല, പടച്ച റബ്ബിന്റെ കലാമാണല്ലോ. അതിനെ ആദരിക്കണമല്ലോ, അതിനെ ബഹുമാനിക്കണമല്ലോ, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണമല്ലോ. എനിക്കും നിങ്ങൾക്കും അതിന്റെ മഹത്വവും അതിന്റെ പവിത്രതയും അതിന്റെ സ്ഥാനവും എന്താണെന്ന് നമ്മളിൽ പലർക്കും ഇതുവരെ തിരിഞ്ഞിട്ടില്ലല്ലോ. കളിയും തമാശയുമാണല്ലോ. പടച്ചവനെ, വീട്ടിൽ വരുന്ന പത്രമുണ്ടല്ലോ, വീട്ടിൽ വരുന്ന മാസികയുണ്ടല്ലോ, വായിച്ചു കഴിഞ്ഞാലെടുത്ത് സൂക്ഷിച്ചു വെക്കുമല്ലോ. എങ്കിലും പല വീടിന്റെയും അലമാരിയുടെ മുകളില് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പടന്ന് പൊടിയടിച്ചിരിക്കുകയാ. അതൊന്ന് തുറന്നു നോക്കുന്നില്ലല്ലോ, അത് പാരായണം ചെയ്യുന്നില്ലല്ലോ. നമുക്കതിന്റെ മഹത്വം പലർക്കും തിരിഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആനിന്റെ മഹത്വം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പടന്ന് പറയുകയാ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാഹ്. ഈ പരിശുദ്ധമായ ഖുർആനെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പടച്ച റബ്ബ് ഇറക്കിയിരുന്നതെങ്കിൽ, പടച്ചവനെ ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോ, ആ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുകളുണ്ടല്ലോ, അതിലെ ആയത്തുകളുണ്ടല്ലോ, അത് പഠിച്ചിട്ട് മറന്നവനെ നീ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ള ഉപ്പ പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചിട്ടില്ല, എനിക്ക് അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ അറിയുകയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ലെങ്കിലും, എല്ലാവരും ഖുർആൻ കേൾക്കുന്നവരാണല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പോലും കേൾക്കാത്തവരില്ല. പടച്ചവനെ, മാഹി മന്നാനി ഉസ്താദ് നിങ്ങളുടെ ഖതീബ് ഖുർആനിന്റെ ആയത്ത് ഓതി കെട്ടിവിടുന്ന അർത്ഥം പറഞ്ഞു തന്നല്ലോ. ഇന്നലെ വന്ന ഉസ്താദ്, ഓരോ ഉസ്താദന്മാരും നിങ്ങളുടെ മുന്നിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് അർത്ഥം പറഞ്ഞു തരുമല്ലോ. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുകയാണ്, ഉൾക്കൊള്ളുന്നില്ലല്ലോ, ജീവിതത്തിൽ പിൻപറ്റാൻ തയ്യാറാകുന്നില്ലല്ലോ. എങ്കിൽ ഈ നിരന്നിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവേ, കള്ളു കുടിക്കുന്നവന് പടച്ച റബ്ബ് കൊടുക്കുന്ന ശിക്ഷയല്ല, വ്യഭിചരിക്കുന്നവന് കൊടുക്കുന്ന ശിക്ഷയല്ല, പലിശ തിന്നുന്നവന് കൊടുക്കുന്ന ശിക്ഷയല്ല, അഹങ്കരിച്ച് നടക്കുന്നവന് കൊടുക്കുന്ന ശിക്ഷയല്ല, ശിർക്ക് ചെയ്ത് നടക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് നിന്റെ മുന്നിൽ ഓതപ്പെട്ടു. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അവഗണിക്കുന്ന മനുഷ്യ, പരിഗണിക്കാത്ത പെങ്ങളെ,
നിസാരമായി തള്ളിക്കളയുന്ന ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? നിനക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ അവഗണിക്കുന്ന മനുഷ്യ, നിനക്ക് അല്ലാഹു 10 ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് പഠിച്ചിട്ട് മറന്നു കളഞ്ഞാൽ അവൻ നരകത്തിലേക്ക് പെട്ടെന്ന് വീണുപോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എല്ലാരും ഖുർആൻ കേട്ടവരാ, കേൾക്കാത്ത ആരുമില്ല. ഇന്നും എത്രയോ ആയത്തുകൾ ഞാനും നിങ്ങളും കേട്ടു. ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഇന്ന് ഇമാമ് മഹിമന്നാനി ഉസ്താദ് ആയത്തുകൾ ഓതിയിട്ട് നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തന്നില്ലേ? എല്ലാം കേൾക്കും. ഇത് നമുക്കൊന്നും ഉള്ളതല്ല, ഉസ്താദന്മാർക്കുള്ളതാ. പ്രായം ചെന്ന വാപ്പമാർക്കുള്ളത്, നമുക്കുള്ളതൊന്നുമല്ല, നമ്മളതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ കേട്ടിട്ട് അവഗണിക്കുന്നവൻ ഇന്നലെ വരെ കേട്ടതുപോലെയല്ല ഇന്ന്. ഞാൻ ഇപ്പൊ പറയാൻ, നിങ്ങൾ ആരും ഇന്ന് വരെ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ടില്ലെങ്കിൽ പോട്ടെ, ഞാൻ ഇപ്പൊ ഓതിത്തരാം. ഞാൻ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതിത്തരാം. കേട്ടോ എല്ലാവരും. ഈ ആയത്തുകൾ കേട്ടിട്ട് സാധാരണ എഴുന്നേറ്റ് പോകുന്നത് പോലെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്നും കേൾക്കണ പോലെ ഇതിലേ കേട്ട് ഇതിലേ കളയാനാണെങ്കിൽ നിന്റെ കാര്യത്തിൽ തീരുമാനമാകും. സാധാരണ കളയുന്നത് പോലെ കളയാനാണ് പരിപാടിയെങ്കിൽ വലിയ നഷ്ടം ജീവിതത്തിൽ ദുനിയാവിൽ ഉണ്ടാകും, ആഖിറത്തിലും ഉണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞേ. സ്വല്ലല്ലാഹു ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ ഞാൻ ഓതിത്തരാം. ഞാൻ ഒറ്റ ഹദീസ് എന്ന് പറയൂല, ഒരു ഹദീസും പറയണില്ല, ആയത്ത് മാത്രം പറഞ്ഞു തരാം, എന്നിട്ട് അർത്ഥവും പറഞ്ഞു തരാം. ഓരോ ആയത്ത് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓതിത്തരാം. ഈ ആയത്ത് കേട്ട് ഹൃദയത്തിൽ ഇറക്കിക്കും. അല്ലാതെ ചന്തയ്ക്ക് പോയതുപോലെയാണെന്ന് പോകാൻ തീരുമാനമെങ്കിൽ അനുഭവിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ നടക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ മനോഹരമായ രീതിയിൽ ഉസ്താദന്മാരിങ്ങനെ ഊതിത്തരുമല്ലോ, എന്നിട്ട് അതിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു തരുമല്ലോ, എന്നിട്ട് പരിഗണിക്കാതെ നടക്കുന്നവന് പടച്ചിറപ്പ് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? ഈ സദസ്സിലിരിക്കുന്ന ചില ചെറുപ്പക്കാര് പടച്ചവനെ അവന് ചിന്തിക്കുകയാണ്. വാപ്പായിക്ക് 50 വയസ്സ് കഴിഞ്ഞു, 55 കഴിഞ്ഞു, 60 കഴിഞ്ഞു, വാപ്പാടെ മുടിയെല്ലാം നരച്ചല്ലോ, പടച്ചവനെ വാപ്പയുടെ തൊലി ചുളുങ്ങിയല്ലോ, വാപ്പയ്ക്ക് ഒരുപാട് രോഗമുണ്ടല്ലോ, വാപ്പയുടെ കൂടപ്പറപ്പുകളും കൂട്ടുകാരും കുടുംബക്കാരും ഖബറിനടിയിലെത്തിയല്ലോ, പടച്ചവനെ എന്റെ വാപ്പ നന്നാകുന്നില്ലല്ലോ, എന്റെ വാപ്പ നിസ്കരിക്കുന്നില്ലല്ലോ, എന്റെ വാപ്പ ഖുർആൻ ഓതുന്നില്ലല്ലോ, എന്റെ വാപ്പ പടച്ചവനെ തസ്ബീഹ് എടുത്തുകൊണ്ടൊരു ദിക്റ് പറയുന്നില്ലല്ലോ, എന്തേ എന്റെ വാപ്പ ഇങ്ങനെ ആയി പോയത്? എന്റെ ഉപ്പാടെ സ്വഭാവം എന്തേ പടച്ചവനെ ഇങ്ങനെ ആയി പോയത്? എന്റെ വാപ്പ നന്നാകുന്നില്ലല്ലോ. പല മക്കളും ചിന്തിക്കുകയാണ്, വാപ്പ തലതിരിഞ്ഞു പോയത് കണ്ടിട്ടവൻ അത്ഭുതമാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 50 വയസ്സ് കഴിഞ്ഞ പ്രായം ചെന്ന നിന്റെ പ്രിയപ്പെട്ട മാതാവ് അതാ ടിവിയുടെ ഫ്രണ്ടിലാണ്. പടച്ചവനെ, ഒരു ദിവസത്തിലധികം സമയവും ടിവിയുടെ മുന്നിലാണ്, തലമറയ്ക്കാറില്ല. ഉമ്മാടെ വായിൽ നിന്ന് വരുന്നത് കേട്ടാൽ പടച്ചവനെ നമുക്ക് പോലും നാണം തോന്നുകയാണ്. പടച്ചവനെ, അസൂയയും കുശുമ്പുമായി ഇങ്ങനെ നടക്കുകയാണ്. ഉമ്മ നന്നാകുന്നില്ലല്ലോ, പ്രായം ചെന്നിട്ട് പോലും ഉമ്മയുടെ ജീവിതത്തിൽ മാറ്റമില്ലല്ലോ. പല മക്കളും ദുആ ചെയ്യുകയാണ് വാപ്പ നന്നാകാൻ.
ഉമ്മ നന്നാകാൻ പടച്ചവനെ പലരും ദുആ ചെയ്യുമല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 18 വയസ്സുള്ള ഒരു പെൺകുട്ടി അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയമാവുകയാണ്. അവസാനം അവിടെ നിന്ന് പിടിക്കുകയാണ്, വീട്ടിലേക്ക് കൊണ്ടുവന്നു. കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. അവിടെ നിന്ന് തല്ലുകയാണ്, അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി നോക്കി. 18 വയസ്സുകാരിയുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ലല്ലോ. 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച മാതാവ് തന്റെ പൊന്നാര മകളുടെ കാലിൽ പിടിച്ചു കരയുന്ന മോള്, അവൻ മുസ്ലിമല്ല മോളെ, എന്റെ പൊന്നുമോൾ ഒരിക്കലും അവന്റെ കൂടെ പോകരുത്, ഞങ്ങളെ നാണം കെടുത്തരുത്. അതാ 9.5 മാസക്കാല ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച മാതാവ് തന്റെ പൊന്നാര മകളുടെ കാല് പിടിച്ചിട്ട് കരയുമ്പോ ആ 18 വയസ്സുകാരിയുടെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. അവള് ചലിക്കുന്നില്ലല്ലോ. പടച്ചവനെ, അള്ളാഹു കൊടുത്ത ജീവിതം മകൾക്ക് വേണ്ടി മാറ്റിവെച്ച വാപ്പയുണ്ടല്ലോ, ആ തലകുനിച്ച് നിൽക്കുകയാണ്. ഉപ്പ തന്റെ പൊന്നാര മകളോട് പറയുന്നു, മോളെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഇനി നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് തല ഉയർത്തി നടക്കാൻ കഴിയുകയില്ല. പൊന്നുമോളെ, ആത്മഹത്യ ചെയ്യലല്ലാതെ വേറെ വഴിയില്ല. ഉപ്പാടെ പൊന്നുമോൾ ഇറങ്ങിപ്പോകല്ലേ, കോടതിയിൽ പോകുമ്പോ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയണേ. പടച്ചവനെ, പിതാവ് തന്റെ പൊന്നാര മകളുടെ കാല് പിടിച്ച് കരയുകയാ. അവളുടെ മനസ്സലിയുന്നില്ലല്ലോ, അവളുടെ തീരുമാനം മാറുന്നില്ലല്ലോ. കുടുംബക്കാര് വന്ന് പറഞ്ഞു നോക്കി, കാരണവന്മാര് വന്ന് ഉപദേശിച്ചു നോക്കി, കൂട്ടുകാരെ കൊണ്ടുവന്ന് പറഞ്ഞു നോക്കി, പടച്ചവനെ പള്ളി കമ്മിറ്റിക്കാര് പറഞ്ഞു നോക്കി. പള്ളിയിലെ ഖതീബിനെ വിളിച്ചു കൊണ്ടുവന്ന് 18 വയസ്സുകാരിയോട് മരണത്തെക്കുറിച്ച്, ഖബറിനെ-കുറിച്ച്, നരകത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, അല്ലാഹുവിന്റെ ദീനിന്റെ മഹത്വത്തെക്കുറിച്ച് പള്ളിയിലെ ഖതീബും ആ 18 വയസ്സുകാരിയോട് ഒരുപാട് ഉപദേശിച്ചു നോക്കി. അവസാനം കോടതിയിലെ ജഡ്ജിയുടെ മുന്നിലെത്തിയപ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, 18 കൊല്ലം പൂറ്റി വളർത്തിയ മാതാപിതാക്കളെ വേണോ, അതോ ഇന്നലെ കണ്ടവനെ വേണോ? ഒരു മടിയുമില്ലാതെ, ഒരു പേടിയുമില്ലാതെ ആ കോടതിയിൽ വെച്ച് 18 വയസ്സുള്ള മുസ്ലിം പെണ്ണ് പറയുകയാ, എനിക്ക് ഇന്നലെ കണ്ടവനെ മതിയെന്ന് പറഞ്ഞ് കോടതിയുടെ വരാന്തയിൽ പടച്ചവനെ മാതാപിതാക്കൾ നെഞ്ചുപൊട്ടിയിട്ട് നിൽക്കുമ്പോ കാമുകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ ഇറങ്ങി പോകുമ്പോ മാതാവ് ചിന്തിക്കുന്നു, അല്ലാ, എന്റെ മോളെന്തേ ഇങ്ങനെയായി പോയത്? എന്റെ പൊന്നുമോളുടെ മനസ്സെന്തേ കരിമ്പാറയെ പോലെ ആയി പോയത്? ആര് പറഞ്ഞിട്ടും എന്റെ മകള് നന്നാകാത്തതിന്റെ കാരണമെന്താ? എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലെ ആയത്തുകൾ കേട്ടിട്ട് അവഗണിക്കുന്ന മനുഷ്യ, അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വൈന തദൂഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ, അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ, വൈന തദൂഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, പടച്ചവനെ അവന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല, അവന്റെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രകാശം കേറൂല. 18 വയസ്സുള്ള പൊന്നുമോളുടെ ചാരത്തിരുന്നിട്ട് രാവും പകലും നിങ്ങൾ വഅദ് പറഞ്ഞിട്ടും കരഞ്ഞിട്ടും എന്തൊക്കെ ഉപദേശിച്ചിട്ടും പൊന്നുമോള് നന്നാകാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു പറയുകയാ, നിന്റെ മോളുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ, നിന്റെ മകളുടെ ഹൃദയം അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. പിന്നെ പടച്ചവര് പ്രായം ചെന്നവും നന്നാകാത്ത
വാപ്പാ, എന്തേ നീ നന്നാകാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? നിന്റെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ, നിന്റെ ഹൃദയം അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ, പടച്ച റബ്ബ് സീല് വെച്ചിരിക്കുകയാ. ആ പടച്ച റബ്ബ് സീല് വെച്ചാൽ ആ സീല് തുറക്കാൻ പിന്നെ ആരെ കൊണ്ടാ കഴിയുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ അവഗണിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, അവന്റെ ഹൃദയത്തിലേക്ക് പിന്നെ ഒരു കാലത്തും ഈമാനിന്റെ വെളിച്ചം കേറൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉപദേശിച്ചാൽ കേൾക്കണമല്ലോ. അല്ലാഹു പറയുകയാ, ഫലമ്മാ സാഗു വസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഖുർആൻ പറയുന്നുണ്ട്, ആരൊക്കെ പറഞ്ഞാലും ചെവി കൊണ്ട് കേൾക്കാൻ പറ്റൂല, അടച്ചു വെച്ചിരിക്കുക. ഉമ്മ കരഞ്ഞാലും വാപ്പ കരഞ്ഞാലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ നന്നാകാത്തത്? അതിന്റെ കാരണം അള്ളാഹു ഹൃദയം അടച്ചു സീല് വെച്ചിരിക്കുകയാ. അല്ല വെച്ച സീല് പൊട്ടിക്കാൻ പിന്നെ ഈ ലോകത്ത് ആരെക്കൊണ്ടും കഴിയില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുമ്പോൾ ഒന്നാമത്തെ രാവിൽ തന്നെ ഈ ഭൂമിയിലുള്ള സർവ്വ ശൈത്താന്മാരെയും പിടിച്ചു മലക്കുകൾ ചങ്ങലക്കിടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലക്കിടൂലേ? അങ്ങനെ കരളി ഗുണത്തിടത്തില്ലേ? പറയടോ, ഇടുവോ ഇല്ലേ? ഇടുമോ ഇല്ലേ? എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലക്കിടുവോ? പറയിടുവോ? ഇടും. എന്നിട്ട് വീടിയും വലിച്ചടക്കുന്ന ചില കാക്കന്മാരെ കണ്ടിട്ടില്ലേ? റമളാൻ മാസത്തിൽ എല്ലാവരും നോമ്പ് പിടിക്കും, അമുസ്ലിമീങ്ങൾ പോലും പിടിക്കും. അമുസ്ലിമീങ്ങൾ പോലും നോമ്പ് പിടിക്കുന്ന കാലത്ത് നിസ്കാരവും ഇല്ലാതെ വീടിയും വലിച്ചടക്കണ ചെറുപ്പക്കാരെ കണ്ടിട്ടില്ലേ? വാപ്പം ഈ പെണ്ണുങ്ങൾ തന്നെ ചോദിക്ക, ഇക്ക നിങ്ങളുടെ എഴുന്നേക്കാൻ പറ്റാത്ത വാപ്പ വരെ നോമ്പ് പിടിക്കുന്നു, നിങ്ങൾ എന്താ പിടിക്കാത്ത? ഇക്ക റമളാനാ ഇക്ക, മരണമുണ്ട്, പൊടി മാറി, മരണം കബർ ഒക്കെ വരട്ടെ. എന്തേ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയി? ഒരു സഹോദരങ്ങളെ, ഒരാള് ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് പരിഗണിക്കാതെ വരുമ്പോൾ, അതിനെ അവഗണിക്കുമ്പോൾ അള്ളാഹു അവന്റെ ഹൃദയത്തിലേക്ക് പിന്നെ ഹിദായത്തിന്റെ വെളിച്ചം കേറ്റൂല, റബ്ബങ്ങ് എഴുതി തള്ളും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. നിങ്ങൾ നോക്കിക്കേ, ഈ സമുദായത്തെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തുന്നത് ആരാ? നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. ദൈവമില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ നേതാവിന്റെ പേര് ജബ്ബാർ എന്ന, അല്ലാതെ കേശവൻ എന്നല്ല. നിങ്ങൾ ചിന്തിക്കുക, ദൈവമില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ അവരുടെ നേതാവിന്റെ പേര് തന്നെ ജബ്ബാർ എന്ന. ഇന്ന് ഏതെങ്കിലും ഒരു അമുസ്ലിമായ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പള്ളിയിൽ പോയി വെള്ളിയാഴ്ച ഇമാമത്തിക്കുന്നത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആരാ പറഞ്ഞത്? നമ്മുടെ ടീച്ചർ തന്നെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഓരോന്ന് നിങ്ങൾ എടുത്തു നോക്കും, ഓരോ വിഷയം എടുത്തു നോക്കുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ട് എന്താ ഇങ്ങനെ ആയിപ്പോയാൽ. അള്ളാഹു അവരെ എഴുതി തള്ളിയിരിക്കുകയാ. പിന്നെ ഒരു കാലത്തും അവരെ നന്നാക്കാൻ ആരെക്കൊണ്ടും പറ്റൂല. ഒരാൾക്ക് നന്നാകണമെന്ന് അവന് തന്നെ തോന്നണമെങ്കിൽ അള്ളാഹു അവനെ നന്നാക്കത്തുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് പടച്ച റബ്ബ് തന്നെ എഴുതി അങ്ങ് തെള്ളും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. രണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ നടക്കുന്ന മനുഷ്യ, അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഖുർആനിലെ രണ്ടാമത്തെ ആയത്തേതാ? വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ ആയത്ത് ഏതെന്നറിയുമോ? അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? പടച്ചവനെ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം. 5 നേരം നിസ്കരിക്കണം. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ നീ പള്ളിയിൽ പോയി ജമാഅത്തായി 5 നേരം നിസ്കരിക്കണേ. ചെറുപ്പക്കാരോട് പറയുകയാണ്, മോനെ കള്ള് കുടിക്കരുത്, മോനെ വ്യഭിചരിക്കരുത്, മോനെ പലിശ തിന്നരുത്, നിങ്ങളെ ശരീരം മറക്കണേ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ, അല്ലെങ്കിൽ പടച്ച റബ്ബ് നിന്നെ നരകത്തിലിടുമെന്ന് ഉസ്താദന്മാര് ആയത്തോതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാര് ചോദിക്കുകയാണ്, പുത്തുകൂടിയ
യുവത്വം ചോദിക്കുകയാണ്. നരകത്തെ കുറിച്ച് പറയുമ്പോൾ, നരകത്തിന്റെ തീയെ കുറിച്ച് പറയുമ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്നു, ഉസ്താദേ നരകം എവിടെയായിരിക്കുന്നത്? ആകാശത്തിലാണോ ഭൂമിയുടെ അടിയിലാണോ? പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്. ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ എന്ന് ചോദിക്കുന്ന യുവത്വേ, മോനെ നരകമുണ്ടോ ഇല്ലയോ? നരകമുണ്ടോ ഇല്ലയോ? മോനെ നിനക്ക് പടച്ചറപ്പ് കാണിച്ചു തരുന്ന ഒരു സമയമുണ്ടടാ. കണ്ടാ നീ വിശ്വസിക്കുമല്ലോ. ഇന്നിതൊക്കെ പറയുമ്പോ നീ നിസാരമായി തള്ളിക്കളയുന്നോ? എങ്കിൽ അല്ലാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തരുന്ന ഒരു ദിവസമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, കാരാളികോണം പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് പടച്ചവനെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമല്ലോ. രണ്ടാമതും സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ കാരാളികോണം പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ജനങ്ങൾ മുഴുവനും ഖബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പരലോകത്തേക്ക് പോകുകയാണ്. പട്ടിയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പെണ്ടാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, അങ്ങനെ ആണും പെണ്ണും ഉടുതുണിയില്ലാതെ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഇങ്ങനെ കടന്നു പോവുകയാ. അതാ മൃഗങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് പോലെ അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ നയിക്കുകയാണ്. പടച്ചവനെ ഉടുതുണിയില്ലാതെ ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ ആണുങ്ങളും പെണ്ണുങ്ങളും തലതാറ്റി പിടിച്ചുകൊണ്ട് പേടിച്ചു വിറച്ചുകൊണ്ട് നാളെ ചെമ്പിന്റെ തറയിലൂടെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ സൂര്യൻ അസ്തമിച്ചു, പാതിരാത്രി 10 മണിയായല്ലോ. അതാ 15 ലക്ഷത്തോളം കിലോമീറ്ററുകളിൽ മുകളിൽ നിന്നിരുന്ന സൂര്യൻ അസ്തമിച്ചു. ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞു. എന്നിട്ടും ചൂട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. പലരുടെയും ശരീരം വിയർക്കുന്നുണ്ടല്ലോ. വല്ലാത്ത പ്രയാസമല്ലേ. എങ്കിൽ ഇതൊന്നും ഒരു ചൂടല്ല, ഇതൊന്നും ഒരു വിയർപ്പല്ല. പടച്ചവനെ നാളെ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ, അല്ലാഹു താഴേക്ക് കൊണ്ടുവരികയാണ്. അതാ ചെമ്പിന്റെ തറയിൽ നിൽക്കുകയാണ്. ഒരു നൂൽപന്തം പോലും ഇല്ലല്ലോ. ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ, ഒരു ചാണ് മുകളിൽ വന്ന് നിൽക്കുകയാണ്. ഒരു ചാണ് മുകളിൽ വന്ന് നിൽക്കുകയാണ്. അല്ലാ, അതാ വല്ലാത്ത പ്രയാസമാ. ചൂടുള്ള നാളുണ്ട്, ഖിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയുമായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. വീട് കെട്ടുന്ന കട്ട കണ്ടിട്ടുണ്ടോ? ചെളിയുള്ള മണ്ണിനകത്ത് മണ്ണ് കലർത്തിയിട്ട് കട്ടയുണ്ടാക്കുമല്ലോ. അത് വെച്ച് ഉണക്കുമല്ലോ. ഉണങ്ങിക്കഴിഞ്ഞാൽ പറക്കി അടുക്കി വെച്ചിട്ട് പച്ചവിറകിട്ട് കത്തിക്കുന്ന ചൂള നിങ്ങൾ കണ്ടിട്ടില്ല? ആ ചൂളയൊന്നും ഒന്നുമല്ല. പടച്ചവനെ കാളവണ്ടി ചുമട് വലിച്ചു കൊണ്ടുപോകുമ്പോ ആ കാളയുടെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒലിക്കുന്നത് കാണുന്നവരല്ലേ? ഇതുപോലെ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് കാണാ. കാരാളികോണത്തിന്റെ പരിസരത്ത് ഉമ്മ അടുക്കളയിൽ ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചു മറിയുകയാ. മുകളിലൂടെ ഇങ്ങനെ നിറഞ്ഞ് കവിയുമല്ലോ. എങ്കിൽ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നിന്റെയൊക്കെ തലയ്ക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് ഉരുകുകയാ. മുഖത്തുകൂടെ ഇങ്ങനെ ഒലിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ
ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് ചെല്ലുകയാ. മാലിക്കേ, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. മാലിക് ചോദിക്കുന്നു, ജിബ്രീലേ, എങ്ങനെയാണ് ജിബ്രീൽ, എങ്ങനെയാണ് ജിബ്രീൽ, എനിക്കതിന് കഴിയില്ല ജിബ്രീൽ. മാലിക്കേ, പടച്ച റബ്ബിന്റെ കൽപ്പനയാ, അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, തന്റെ അനുയായികളെ വിളിക്കുകയാണ്, ചങ്ങല എടുത്തു കൊണ്ടുവരാൻ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, നരകത്തിന്റെ മലക്കുകൾ 70,000 ചങ്ങലകൾ എടുത്തുകൊണ്ട് വരികയാ. ഒന്നും രണ്ടും ചങ്ങലകളല്ല, 70,000 ചങ്ങല, 70,000 ചങ്ങല അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുകയാണ്, നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ചങ്ങല കണ്ടിട്ടില്ലേടാ ചെറുപ്പക്കാരാ, അതിലിങ്ങനെ കൊളുത്തുകൾ ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ. എങ്കിലും നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയില് ഒരു കൊളുത്തിന്റെ വലിപ്പം നിനക്കറിയുമോ? ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുതാ. ഇതുപോലെയുള്ള 70,000 ചങ്ങല, ഒരു ചങ്ങലയിലെ 70,000 മലക്കുകള്. പടച്ച റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ അവരിങ്ങനെ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിച്ചെടുച്ചു കൊണ്ടുവരികയാണ്. ആ സമയത്ത് അള്ളാന്റെ കോടതിയിൽ നിൽക്കുമ്പോ നരകമില്ലെന്ന് പറഞ്ഞവന്, നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോ വിശ്വസിക്കാത്തവന്, അള്ളാന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ മലക്കുകൾ ഇങ്ങനെ കൊണ്ടുവരികയാ. ആ സമയത്ത് പറയുമടാ, ആ സമയത്ത് പറയും, പെങ്ങള്, നരകമുണ്ടെന്ന് പറഞ്ഞപ്പോ പരിഹസിച്ച പെണ്ണ് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് വിളിക്കുകയാ, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. വിളിക്കുമടാ ചെറുപ്പക്കാരാ, വിളിക്കുമടാ ചെറുപ്പക്കാരാ, റബ്ബനാ, എന്റെ രക്ഷിതാവായ അല്ലാഹ്, പണ്ട് പടച്ചവന്, നരകം കണ്ടു പടച്ചവന്, നരകത്തിന്റെ വലിപ്പം കണ്ടു പടച്ചവന്, നരകത്തിന്റെ തീ കണ്ടു പടച്ചവന്, നരകത്തിന്റെ ശിക്ഷ കണ്ടു പടച്ചവന്, വസമിഅനാ, ആ നരകം കടന്ന് വിളിക്കുന്നത് എന്റെ ചെവി കൊണ്ട് കേൾക്കുന്നു അല്ലാഹ്. ആ നരകത്തിന്റെ അട്ടഹാസം ഞാൻ കേട്ടു റബ്ബേ. അതുകൊണ്ട് ഫർജിഅനാ, ഫർജിഅനാ, എനിക്കൊരവസരം താ അല്ലാഹ്, എനിക്കൊരു ചാൻസ് താ അല്ലാഹ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കിടന്ന് തെണ്ടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിസ്കരിക്കാൻ പറയുമ്പോ മോനെ അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കടാ. അതാ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണമല്ലോ. ഏതെങ്കിലും ഒരു മനുഷ്യന് കാരണമില്ലാതെ ഒരു വഖത്ത് നമസ്കാരം കളയാക്കല്ലേ, കളയാക്കല്ലേ. ഒരു വഖത്ത് നമസ്കാരം ആരെങ്കിലും കാരണമില്ലാതെ കളയാക്കിയാൽ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്